ഫോറസ്റ്റ് സീക്കേഴ്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രേയം എപ്പിസോഡ് 22. കുണ്ടലിനിയെ ഉണർത്തൽ. ബാബാജിയിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ ശിക്ഷണത്തെപ്പറ്റി ഓർക്കുന്നു. സായം സന്ധ്യയ്ക്ക് ഞങ്ങൾ ധൂനിയുടെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. അഗ്നിജാലകൾ മുന്നിൽ നർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ബാബാജി പറഞ്ഞു, അഗ്നിക്ക് എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലും പവിത്രത നൽകപ്പെട്ടിട്ടുണ്ട്. വൈദിക കാലത്ത് നിത്യവും അഗ്നിദേവനെ ധ്യാനിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അഗ്നിക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടതെന്നറിയാമോ? ആഹാരം പാചകം ചെയ്യാൻ അഗ്നി വേണമല്ലോ, ഞാൻ പറഞ്ഞു. തണുപ്പ് കാലത്ത് അത് ചൂട് പകർന്നു തരുന്നു. കൂടാതെ വന്യജീവികളെ അകറ്റി നിർത്താനും സഹായിക്കുന്നു. അതുകൊണ്ടായിരിക്കണം പ്രാചീനർ അഗ്നിക്ക് ഇത്രയും ആദരവ് നൽകിയത്. ബാബാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. വേറെയും ചില കാരണങ്ങൾ കൂടിയുണ്ട്. പണ്ട് കാലത്ത് കത്തിക്കാൻ തീപ്പെട്ടിയില്ലായിരുന്നു. അതിനാൽ അഗ്നി ലഭിക്കാൻ വേണ്ടി ആളുകൾ അഗ്നിദേവനെ ധ്യാനിച്ചുകൊണ്ട് ഉണങ്ങിയ കമ്പുകൾ കൂട്ടിയുരസുന്ന അനുഷ്ഠാനം നടത്തിയിരുന്നു. തീപ്പൊരികൾ പുറപ്പെട്ടപ്പോൾ അത് അവർക്ക് അത്ഭുത കാഴ്ചയായിരുന്നു. അഗ്നി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അത് എവിടെ ആയിരുന്നുവെന്ന് പ്രാചീന ചിന്തകർ ചോദിക്കുകയുണ്ടായി. അവർ ഉത്തരം കണ്ടെത്തി. തീർച്ചയായും തടിയിൽ എപ്പോഴും അഗ്നി ഒളിഞ്ഞിരിക്കുന്നു. അത് പ്രകടമാകണമെങ്കിൽ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. അഗ്നി ജീവചൈതന്യം അഥവാ ആത്മാവിൻ്റെ പ്രതീകമായി മാറി. സർവവ്യാപി ആണെന്ന് വരികിലും പ്രകടമാകുന്നതിന് സാഹചര്യങ്ങൾ വേണം. ബാബാജി തുടർന്നു, അഗ്നിയെ ആത്മാവിൻ്റെ പ്രതീകമായി പരിഗണിക്കുന്നതിന് മറ്റൊരു കാരണവുമുണ്ട്. അഗ്നി ജ്വലിക്കുന്നത് എപ്പോഴും മുകളിലോട്ടാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കൊള്ളി താഴോട്ട് പിടിച്ചാലും ജ്വാലകൾ മേൽപോട്ടായിരിക്കും പോകുന്നത്. മാത്രവുമല്ല, ഒരു വനം മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ ഒരു തീപ്പൊരി മതിയാകും. ഒരു മെഴുകുതിരിയുടെ ജ്വാലയിൽ നിന്നും 1000 മെഴുകുതിരികൾ ജ്വലിപ്പിക്കാൻ കഴിയും. എന്നാൽ കത്തിക്കാൻ ഉപയോഗിച്ച മെഴുകുതിരിയുടെ ജ്വാലയ്ക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. ഇതിനേക്കാൾ നന്നായി ആത്മാവിനെ പ്രതിവൽക്കരിക്കുന്ന മറ്റേത് പ്രതീകമാണുള്ളത്? അതീവ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം സംസാരം തുടർന്നു. അഗ്നി സംഹാരരൂപിയാകുമ്പോൾ എല്ലാത്തിനെയും കത്തിച്ച് ചാമ്പലാക്കും. സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും അഗ്നിയാകട്ടെ എല്ലാ സ്വാർത്ഥതകളെയും ഭസ്മമാക്കും. തപസ്സികൾ തങ്ങളുടെ ശരീരത്തിൽ ഭസ്മം പുരട്ടുന്നത് തങ്ങൾ എല്ലാ പരിമിതികളിൽ നിന്നും മുക്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നാം കാണുന്ന അഗ്നി മാത്രമല്ല അഗ്നി. എല്ലാ ജ്വലനങ്ങളും അഗ്നി തന്നെയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ആഹാരരസങ്ങളെ ധാതുരൂപേണ ഓജസ്സായും മാംസമായും പരിണമിപ്പിക്കുന്ന പ്രക്രിയ നിർവഹിക്കുന്നത് ദഹനാഗ്നിയാണ്. അതുപോലെ കാമാഗ്നിയുണ്ട്. അത് താണതലത്തിലും ഉയർന്ന തലത്തിലും ഉണ്ട്. പണ്ട് പ്രണയിച്ച കാമുകിയെ ഓൾഡ് ഫ്ലെയിം അഥവാ പഴയ ജ്വാല എന്നല്ലേ പറയാറുള്ളത്? ആരും തന്നെ പഴയ ജലം എന്നും പഴയ കാറ്റ് എന്നും പറയാറില്ല. എന്തുകൊണ്ടെന്നാൽ പ്രേമം, ആഗ്രഹം, പ്രചോദനം ഇവയെല്ലാം തന്നെ ഒരു തരം അഗ്നിയാണ്. ഇവയിൽ ഭാവനയും ഉൾപ്പെടുത്താം. അതിനാലാണ് നൂറ്റാണ്ടുകൾക്കായി അഗ്നി ഉപാസിക്കപ്പെടുന്നത്. നാദസമ്പ്രദായത്തിൽപ്പെട്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഗ്നി സ്വന്തം ആത്മാവിൻ്റെ ഭാഗം തന്നെയാണ്. ധൂനി, അത് പവിത്രമായ അഗ്നി, കത്തിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ജ്വാലകൾ നോക്കിക്കൊണ്ട് മണിക്കൂറുകളോളം ഇരിക്കുന്നു. അഗ്നി ഞങ്ങളുടെ സുഹൃത്തും രക്ഷകനുമാണ്. ഞങ്ങളുടെ മനസ്സ് ജ്വാലകളുമായി താരതമ്യം പ്രാപിക്കുന്നു. എന്നെ വിശ്വസിക്കൂ, പ്രകൃതിയിലുള്ള മറ്റെന്തിനേയും പോലെ അഗ്നിക്കും അതിൻ്റേതായ ഒരു മനസ്സുണ്ട്. നമ്മുടെ മനസ്സുകൾ അഗ്നിയുമായി വളരെ അടുത്ത രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അഗ്നിദേവൻ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നിറവേറ്റി തരുന്നു.
ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിൽ ഓരോരുത്തരിലും അഗ്നി കുടികൊള്ളുന്നുണ്ട്. അതാണ് കുണ്ടലിനി. യഥാർത്ഥത്തിൽ അത് പ്രപഞ്ചശക്തി അഥവാ പ്രപഞ്ചാഗ്നിയുടെ ഭാഗം തന്നെയാണ്. അതുതന്നെയാണ് ധൂനിയുടെയും പ്രകടമാകുന്നത്. കുണ്ടലിനി ജ്വലിക്കുമ്പോൾ അത് സഹസ്രദള പത്മത്തിൽ എത്തുകയും മനുഷ്യൻ ഈശ്വരനായി തീരുകയും ചെയ്യുന്നു. അതോടെ ബോധത്തിൻ്റെ വിശാലമായ മാനങ്ങളിൽ പ്രവേശിക്കാനും വിലയം പ്രാപിക്കാനും കഴിയും. എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാകും. എല്ലാം ശ്രദ്ധിച്ചു മനസ്സിലാക്കൂ. ബാബാജി അതീവ ശ്രദ്ധയോടെ ധൂനിയിലേക്ക് നോക്കിക്കൊണ്ടു പറഞ്ഞു, ധൂനിയിൽ നൃത്തം ചെയ്യുന്ന എൻ്റെ ഹൃദയ ജ്വാലകളെ, വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകൂ. എനിക്ക് അങ്ങയുടെ മഹനീയ രൂപം കാണിച്ചു തരൂ. അഗ്നിജുഹകളിൽ നിന്ന് ഒരു ജിഹ വളർന്ന് വലുതാകാൻ തുടങ്ങി. അതിന് കാരണം അപ്പോൾ വീശിയടിച്ച കാറ്റാണെന്ന ചിന്ത എൻ്റെ സംശയഗ്രസ്തമായ മനസ്സിലുദിച്ചു. അഗ്നിജ്വാല ആടിയുലയുന്ന ഒരു അഗ്നിസ്തംഭമായി പരിണമിച്ചു. അതിൻ്റെ ഉയരം വർദ്ധമാനമായി കൊണ്ടിരുന്നു. അല്പം അകലെ കാണപ്പെട്ട ദേവദാരു വൃക്ഷത്തോളം അത് ഉയർന്നു. അന്നേരം എൻ്റെ കാതുകളിൽ പതിച്ച ശബ്ദം ഇതായിരുന്നു, അല്ലയോ അഗ്നി, നിന്റെ അനുഗ്രഹങ്ങളാൽ മധുവിൻ്റെ ഉള്ളിലുള്ള അഗ്നി ഉണരട്ടെ. ഞാൻ അപ്പോൾ പേടിച്ചു വിറച്ചു. അഗ്നിയുടെ നീണ്ട നാവ് വളഞ്ഞ് എൻ്റെ നേർക്ക് വരുന്നത് കണ്ട് ഞാൻ നടുങ്ങി. ഒരു നിമിഷത്തിനുള്ളിൽ അഗ്നിജ്വാല എൻ്റെ നാഭിയെ സ്പർശിക്കുകയും എൻ്റെ ശരീരത്തെ മുഴുവനും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. എല്ലാ തടസ്സങ്ങളെയും ഭസ്മമാക്കിക്കൊണ്ട് അത് തലച്ചോറിലെത്തി. ഉടനെ ഒരു പൊട്ടിത്തെറിയുണ്ടായി. അതോടൊപ്പം പല നിറങ്ങളിലും പലതരം തിളക്കങ്ങളിലും പ്രകാശം ചിതറി. എന്തൊരു ആശ്ചര്യം! എൻ്റെ നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്ത് അതിപൂർവമായ ആനന്ദം പകരുന്ന കുളിർമ അനുഭവപ്പെട്ടു. നട്ടെല്ലിൻ്റെ കീഴ്ഭാഗവും മുകൾ ഭാഗവും തമ്മിൽ ബന്ധം സ്ഥാപിക്കപ്പെട്ടു. അതോടെ വഴിയുടെ തടസ്സം ഇല്ലാതായി. ബാബാജിയുടെ അനുതാപപൂർണമായ പ്രോത്സാഹനം മൂലം എനിക്ക് തടസ്സങ്ങൾ തരണം ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ കണ്ണു തുറന്നു. ആ സമയത്ത് അഗ്നിജ്വാലകൾ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചിരുന്നു. നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ ആദ്യ ചുവടുവയ്പ്പിനെ അമ്മ നോക്കുന്നത് പോലെ പുഞ്ചിരി തൂകിക്കൊണ്ട് അതീവ ഹർഷത്തോടെ ബാബാജി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും വാക്കുകൾ ഉതിർന്നു വീണു. കൊള്ളാം, ഇന്നത്തേക്ക് ഇത് മതിയാകും. നീ ശാന്തനായിരുന്ന് ധ്യാനിക്കൂ, എന്നിട്ട് പോയി ഉറങ്ങൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബാബാജി, ഞാൻ ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. അങ്ങ് എപ്പോഴെങ്കിലും ഉറങ്ങാറുണ്ടോ? രാത്രി മുഴുവൻ അങ്ങ് ഉറങ്ങാതിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ശരിയല്ലേ? അദ്ദേഹം പ്രതിവചിച്ചു, എനിക്ക് നിദ്രയുടെ ആവശ്യമില്ല, നിനക്ക് വേണം. എന്തുകൊണ്ടെന്നാൽ നിന്റെ ശരീരവും മനസ്സും തളരുന്നു. നിദ്രയിലൂടെ അവയ്ക്ക് വീണ്ടും വീര്യം കൈവരിക്കാൻ കഴിയും. എന്നെ ക്ഷീണവും തളർച്ചയും ബാധിക്കുന്നില്ല. കുറേ നാൾ സാധനങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് അത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും. വർഷങ്ങൾക്ക് ശേഷം നീ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുമ്പോൾ ഇതിൻ്റെ പൊരുൾ നിനക്ക് മനസ്സിലാകും. അന്ന് രാത്രി ഞാൻ അഗാധമായ ധ്യാനത്തിൽ മുഴുകി. എൻ്റെ മനസ്സ് അന്നോളം കടന്നു ചെന്നിട്ടില്ലാത്ത പല മാനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും മടങ്ങി വരികയും ചെയ്തപ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി. അതിനുശേഷം ഞാൻ ബാബാജിയെ വന്ദിച്ചിട്ട് ഉറങ്ങുന്നതിന് ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. ബാബാജി അപ്പോഴും ശിലക്കണക്കെ നിവർന്ന് അഗ്നിയിൽ കണ്ണും നട്ട് ഇരിക്കുകയായിരുന്നു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഹരി ഓം.